കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തെ അപലപിച്ച് ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ താനുൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ എല്ലാ കാര്യകർത്താക്കളും സോണിയയുടെ പരാമർശത്തെ അപലപിക്കുകയാണെന്ന് നദ്ദ അറിയിച്ചു. ആദരണീയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കഷ്ടം എന്ന് സോണിയ വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ സ്വഭാവമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ദരിദ്രർക്കെതിരായ, വനവാസികൾക്കെതിരായ കോൺഗ്രസിന്റെ വരേണ്യ സ്വഭാവമാണ് സോണിയയിലൂടെ പ്രകടമായതെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോടും രാജ്യത്തെ വനവാസി സമൂഹത്തോടും കോൺഗ്രസ് പാർട്ടി നിരുപാധികം മാപ്പ് പറയണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭയെയും രാജ്യസഭയെയും സംയുക്തമായി അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായ സോണിയാഗാന്ധിയുടെ അധിക്ഷേപ പരാമർശം. പ്രസംഗം വായിച്ച് അവസാനമാകുമ്പോഴേക്കും പ്രസിഡന്റിന് ക്ഷീണമായി, സംസാരിക്കാൻ പോലും വയ്യ, കഷ്ടം എന്നായിരുന്നു ദ്രൗപതി മുർമുവിനെക്കുറിച്ച് സോണിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. തൊട്ടരികിൽ മക്കളായ രാഹുലും പ്രിയങ്കയും നിൽപ്പുണ്ടായിരുന്നു. ഏറെ മടുപ്പുളവാക്കുന്ന പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തിയതെന്ന് രാഹുലും പ്രതികരിച്ചു. ഇതിന്റെ വീഡിയോ വൈറലായതോടെയാണ് സോണിയയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്.